നമ്മുടെ ഡിജിറ്റൽ ലൈഫിൽ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത്. അതിപ്പം ഫയൽസോ വീഡിയോ ഫോട്ടോ അങ്ങനെ പല ടൈപ്പിലുള്ള അല്ലെങ്കിൽ ഫോർമാറ്റിലുള്ള ഡേറ്റാസ് ഉണ്ട്. ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ നമുക്കൊരു സമയത്ത് നഷ്ടപ്പെടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനാരിയോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡേറ്റാസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു കിഡിലൻ സോഫ്റ്റ്വെയർ ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. ടെനോഷെയറിൻ്റെ 4D ഡിഗ് എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ. ആദ്യം തന്നെ ഇതിൻ്റെ കുറച്ച് ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ബോത്ത് വിൻഡോസിലും മാക്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് USB, നമ്മുടെ റിമൂവബിൾ ഡിസ്ക് ആയിട്ടുള്ള USB, SD കാർഡ്, ഡിജിറ്റൽ ക്യാമറ അങ്ങനെയുള്ള എല്ലാ റിമൂവൽ ഡിസ്കിൽ നിന്നും SSD, HDD ഇതിൽ നിന്നെല്ലാം നമുക്ക് ഡേറ്റാസ് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ പുതിയ ഫീച്ചറായിട്ട് അവർ ആഡ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് iCloud ലോക്കൽ ഡയറക്ടറിയിൽ നിന്ന് പോലും നമുക്ക് ഡേറ്റ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അതൊരു പുതിയ ഫീച്ചറാണ്. നമുക്ക് ഫോട്ടോസ്, വീഡിയോസ്, കോൺടാക്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് iCloud ലോഗിൻ ചെയ്യുന്നതിലൂടെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അതോടൊപ്പം T2 ചിപ്പ് ഏതൊക്കെ മാക്കുകളാണ് അതിൽ സപ്പോർട്ട് ചെയ്തേക്കുന്നത്, അതുപോലെ തന്നെ ഫാസ്റ്റ് സ്കാൻ, അതായത് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സ്പീഡിലുള്ള ഡേറ്റ സ്കാനിങ് ഓപ്ഷനും ഈ ഒരു സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി താഴത്തേക്ക് പോകും ഇതിൻ്റെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ആക്സിഡൻ്റൽ ഡിലീഷൻ, ട്രാഷ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്, സിസ്റ്റം ക്രാഷ് ആകുന്നതിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്ന ഡേറ്റാസ്, പിന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിവൈസുകൾ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലെ അല്ലെങ്കിൽ മാക്കിലെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റെവിടെയെങ്കിലും ആണ്, ഏതെങ്കിലും റിമൂവബിൾ ഡിവൈസിലാണ് നിങ്ങളുടെ ഡേറ്റ സ്റ്റോർ ചെയ്തേക്കുന്നില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ SSD, HDD അല്ലെങ്കിൽ തം ഡ്രൈവ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് ഡേറ്റാസ് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും ഒരു പരിധി വരെ. പിന്നീട് ഡേറ്റ റിക്കവറിയോടൊപ്പം തന്നെ നമുക്ക് കറപ്റ്റഡ് ആയിട്ടുള്ള ഫയൽസ്, അത് ഫോട്ടോ വീഡിയോസോ ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും. ആൻഡ് ഇതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ഇതിൻ്റെ സ്പ്രിംഗ് സെയിലിനോടനുബന്ധിച്ച് 30% ഓഫാണ് ടെനോഷെയറിന് ഈ ഒരു സോഫ്റ്റ്വെയറിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ആക്ച്വൽ സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ ഇൻ്റർഫേസ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ടൂൾ ഓപ്ഷൻ. അതിൽ ഏറ്റവും ആദ്യമുള്ള ഹാർഡ് ഡ്രൈവ് ഓപ്ഷനാണ്. അതിൽ നമ്മുടെ ഹാർഡ് ഡ്രൈവുകൾ, USB, CF കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അഡ്വാൻസ് റിക്കവറി ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം iCloud. ഇതിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്തതിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. പിന്നീട് ക്രാഷ്ഡ് മാക്ക്, നമുക്ക് USB എക്സ്റ്റേണൽ ഡ്രൈവുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഡേറ്റാസ് ക്രാഷ്ഡ് മാക്കിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെയുള്ള ഫയൽ കറപ്ഷനാണ്. നമുക്കിവിടെ കാണാം ഫോട്ടോ റിപ്പയർ ഉണ്ട്, വീഡിയോ റിപ്പയർ ഉണ്ട്. സോ ആദ്യം നമ്മൾ ഡേറ്റ റിക്കവർ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഒരു കാർഡിൽ നിന്നാണ്, ഒരു SD കാർഡാണ്. സോ അതിന് ഏകദേശം ഇവിടെ കൊടുത്തേക്കുന്ന പോലെ 16 GB ഉള്ളൂ അതിൻ്റെ സ്റ്റോറേജ്. സോ SD കാർഡ് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫയൽസ് ആണ് നമുക്ക് റിക്കവർ ചെയ്യേണ്ടത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് ഫയൽസും ഞാനിവിടെ കൊടുക്കുകയാണ്. വീഡിയോ, കാരണം നമ്മളിവിടെ കൊടുക്കുന്ന ഫയൽ ടൈപ്പ് അനുസരിച്ച് അതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ, ഇത് റിക്കവർ ചെയ്ത് അല്ലെങ്കിൽ സ്കാൻ ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു ഡ്യൂറേഷൻ കൂടാനും കുറയാനും ചാൻസസ് ഉണ്ട്. സോ ആ ഒരു കാര്യം മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം നമ്മളെല്ലാം ചെയ്യാൻ. സോ സ്റ്റാർട്ട് സ്കാനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസിലേക്ക് പോകും. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ സ്കാനിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം 2000-3000 ഫയൽസ് ഓൾറെഡി സ്കാൻ ചെയ്തു അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തു. ഏകദേശം 15 GB ഡേറ്റാസ് നമ്മൾ റിക്കവർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇവിടെ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന ടൈമിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ ഫോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ജനറേറ്റ് ആയി വരുന്ന ഡിലീറ്റഡ് ഫയൽ, ട്രാഷ്ഡ് ഫയൽസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ എത്ര ഫയൽസാണ് ജനറേറ്റ് ആയി വരുന്നതും അതിൻ്റെ സൈസും സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. സോ സ്കാനിങ് കഴിഞ്ഞു. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണാം പാത്തും ടൈപ്പും, അതായത് ഏതൊക്കെ ടൈപ്പിലുള്ള ഫോർമാറ്റിലുള്ള ഫയൽസാണ് നമ്മൾ റിക്കവർ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഫോട്ടോസ് ഏകദേശം 4320 ഉണ്ട്. അത് ഏതൊക്കെ ഫോർമാറ്റിലുള്ള JPEG, PNG അങ്ങനെയുള്ള പല ഫോർമാറ്റിൽ. പിന്നെ പാത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡിലീറ്റഡ് ഫയൽസ് അതിൽ എത്ര എണ്ണം ഉണ്ട്, അങ്ങനെയുള്ള സകല കാര്യങ്ങളും നമുക്ക് പാത്തായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ അതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള സൈസും ഏതൊക്കെ ഫോട്ടോസ്, എത്ര ഫോട്ടോസ് ഉള്ളത്, ഏകദേശം 29 GB 30 GBക്ക് അടുത്ത് നമുക്ക് ഫോട്ടോസ് റിക്കവർ ചെയ്തിട്ടുണ്ട്. വെറും 16 GB SD കാർഡിൽ നിന്നാണ് ഇത്രയും ഫോട്ടോസും അല്ലെങ്കിൽ ഇത്രയും ഡേറ്റ റിക്കവർ ചെയ്തത്. ഇനി ഈ ഫോട്ടോ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട ഫോട്ടോ തന്നെയാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നുള്ളതും നമുക്ക് വളരെ എളുപ്പത്തിൽ അറിയാൻ സാധിക്കും. അതിന് നമുക്കൊരു പ്രിവ്യൂ ഓപ്ഷൻ ഇപ്പോൾ തന്നിട്ടുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്യിക്കാൻ പ്രിവ്യൂ ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമേജ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ പ്രിവ്യൂ ഓപ്ഷനിൽ പോയിട്ട് ഏതൊക്കെ ഇമേജസ് എന്നുള്ളത് കൃത്യമായിട്ട്, പഴയ ഒരു SD കാർഡാണ്, സോ അതിൽ നിന്നുള്ള ഡേറ്റയാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ നമുക്ക് ഫിൽട്ടർ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫയൽ ടൈപ്പ്, സൈസ്, ടൈം അങ്ങനെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്ത് നമുക്ക് ഫയൽസ് ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും. പിന്നെ വ്യൂ ഓപ്ഷൻ, ഇത് കണ്ടോ, ഈ ഒരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബേർഡ്സ് ഐ വ്യൂ നമുക്കിവിടെ അവൈലബിൾ ആകും. അതോടൊപ്പം പ്രിവ്യൂവും നമുക്ക് ലഭിക്കുന്നതാണ്. സോ ഇതിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ആണ് നമ്മൾ ഈ ഒരു പ്രിവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ റിക്കവർ ചെയ്യുന്ന എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ റിക്കവർ ചെയ്യാൻ പോകുന്ന ഫയൽസ് 9 ഫയൽസ് ഉണ്ട്. എത്ര MB ആണെന്നും കൊടുത്തിട്ടുണ്ട്. റിക്കവർ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് എളുപ്പം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ലൊക്കേഷൻ കൊടുത്ത് അവിടെ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. ഞാനപ്പം ഓപ്പൺ കൊടുക്കുവാണ് ഇവിടെ. സോ റിക്കവറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വ്യൂ ഫയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവിടെ ഫോൾഡർ ഓപ്പൺ ആയി വരും. ഈ ഫോൾഡർ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിക്കവർ ചെയ്ത ഫയൽസ് നമുക്കിവിടെ കൃത്യമായിട്ട് നല്ല ക്വാളിറ്റിയിൽ തന്നെ, ഒരു ക്വാളിറ്റി ലോസും ഇല്ലാതെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. എൻ്റെ പഴയ ഫോട്ടോസൊക്കെയാണ്. സോ കുറേ കാലം പഴക്കമുള്ളൊരു ഇമേജും ഫോട്ടോസ് അല്ലെങ്കിൽ ഡേറ്റ ആണ് ഇപ്പം റിക്കവർ ചെയ്തേക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മളുടെ ഈ ഫോട്ടോസ് എത്ര വർഷം പഴക്കമുള്ളതാണ്. 2018 ഫോട്ടോസാണ് നിങ്ങൾ ഈ കാണുന്നത് ഞാൻ റിക്കവർ ചെയ്യാൻ പോകുന്നത്. സോ അത്രയും പഴക്കമുള്ള ഈ നമുക്ക് ഡേറ്റാസ് പോലും ഇവിടെ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി ഇവിടുന്ന് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ iCloud ആണ്. സോ iCloud പോയാൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. iCloud ഡയറക്ടറി എന്നുള്ള ഇമേജസും അല്ലെങ്കിൽ ഡേറ്റയാണ് നമ്മൾ റിക്കവർ ചെയ്യുന്നത്. സോ ഗെറ്റ് സ്റ്റാർട്ട് അടിക്കുക. നമ്മളിവിടെ ഏതൊക്കെ ഫോർമാറ്റിലുള്ളതാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള ഫോർമാറ്റുകൾ സെലക്ട് ചെയ്യുക, സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം iCloud ഡ്രൈവ് ആക്സസ് ചെയ്യാൻ ചോദിക്കും, അലോ കൊടുക്കുക. സോ iCloud സൈസ് കൂടുതലായതുകൊണ്ട് ഞാൻ ഈ സ്കാനിങ് ഇടയ്ക്ക് വെച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്തു. ഏകദേശം 8 GB ആണ് നമുക്ക് റിക്കവർ ചെയ്തേക്കുന്നത്. സോ അതിനകത്ത് നമ്മൾ ഈ പാത്തിലേക്ക് പോയി ഫോട്ടോസ് എങ്ങനെയാണെന്നുള്ളതും വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി വ്യൂവിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ JPEG ഫോർമാറ്റിലുള്ള ഫോട്ടോസ് എത്ര ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇമേജസ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ iCloud നിന്നും ഈ ഫോട്ടോസ് റിക്കവർ ചെയ്യുന്നത്. പിന്നുള്ളത് കറപ്റ്റഡ് ആയിട്ടുള്ള ഫയൽസ് റിപ്പയർ ചെയ്യുന്ന ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റ റിക്കവറിയാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡേറ്റാസ് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ടെനോഷയുടെ 4D Dig എന്ന് പറഞ്ഞ ഈ ഒരു ഡേറ്റ റിക്കവറി സോഫ്റ്റ്വെയർ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഡേറ്റാസ് ഒരു പരിധിവരെ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. താല്പര്യമുള്ളവർക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം. ഇതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ട്രയലായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇത് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഈസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.